Good afternoon, everyone. Good afternoon, teacher. Good afternoon. ma'am. Good afternoon, Miss. Okay. Good afternoon. Okay, start ചെയ്തോളൂ. Let's start case class. ആരാ prayer അത് ചൊല്ലാം? prayer ആരാ ചൊല്ലാം? Study for singing prayer. ഞാൻ കേൾക്കണില്ലേ? കേൾക്കാം. Okay, ma'am. Good afternoon, everyone. Oh Lord, we are grateful for the dawn of this day. Grant us wisdom and guide our steps. Bless our teachers, parents, and all the helping hands. Grant us strength, bring us joy, and wipe away every tear. Thank you. Okay. Next thought of the day. Thought of the day ആരാണ്? Okay, I'll do. Good afternoon, everyone. Today's thought: we are not given a good or bad life. We are given a life, and it is all up to us to make it good or bad. I will repeat once again. We are not given a good or bad life. We are given a life, and it is all up to us to make it good or bad. Thank you. Okay. ഫസ്റ്റ് ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓക്കെ ടീച്ചർ ക്യാമറ ഓൺ ചെയ്തു. ദെൻ നിങ്ങൾക്ക് അറിയാം ചെയ്യേണ്ടത് എന്താണ്? പ്രയർ ആണ് അല്ലെ? പ്രയർ ആൻഡ് തോട്ട് ഓഫ് ദി ഡേ. അത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോ ഞാൻ പറയും സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രയർ ചൊല്ലാം, അതിനുശേഷം തോട്ട് ഓഫ് ദി ഡേയും പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഒരു ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ക്ലാസ്സിൽ അങ്ങനെ ലാൻഡ് ചെയ്യിക്കരുത്. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ തീരുമാനിച്ച് ഒരാളെ പ്രയർ ചൊല്ലാനും ഒരാളെ തോട്ട് ഓഫ് ദി ഡേ പറയാനും റെഡി ആണെങ്കിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്മൂത്ത് ആയിട്ട് പോകും. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് എല്ലാവരും ക്ലിയർ ആണല്ലോ? കുറച്ച് ഡൗട്ട് ഉണ്ട്, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ചാപ്റ്റർ moving on, the next chapter is unit 10, the preposition. Okay, നമുക്ക് preposition start ചെയ്യാം. എന്താണ് ക്ലാസ്? എന്താണ് സൈലന്റ് ആണല്ലോ? No, teacher. എന്താണ് എല്ലാവരും ആക്റ്റീവ് അല്ലല്ലോ? ക്ലാസ്സിൽ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കണ്ടേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ഇന്ററാക്ട് ചെയ്യൂ. ഓക്കെ, ഇപ്പോഴിങ്ങനെ ക്ലാസ് എടുക്കുന്ന മാത്രം ശ്രദ്ധിക്കുക. എന്നാലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇന്ററാക്ട് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ പറയാ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ് എടുത്തെല്ലാം ക്ലിയർ ആണോ? നോക്കിയിരുന്നോ? മോക്ക് ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മോക്ക് ടെസ്റ്റ് കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഏതൊക്കെയായിരുന്നു മോക്ക് ടെസ്റ്റ്? ഏതൊക്കെയായിരുന്നു? ഒന്ന് തെറ്റിപ്പോയി, ഒന്ന് തെറ്റിയിരുന്നു. ഓക്കെ, ഏതൊക്കെയായിരുന്നു മോക്ക് ടെസ്റ്റ്? ഏത് മോക്ക് ടെസ്റ്റ് തന്നിരുന്നേ? ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ടോപ്പിക് ഏതായിരുന്നു? അഡ്ജക്റ്റീവ് ക്ലോസ് ആയിരുന്നില്ലേ? കുറെ മുമ്പേ ടീച്ചർ തന്ന അന്ന് തന്നെ ചെയ്തതാണ്, കുറെ ആയില്ലേ, അതാണ് തോന്നുന്നത്. ഓക്കെ, ഉഷ കഴിഞ്ഞ ക്ലാസ് നാം എന്താ എടുത്തേ? നൗൺ ക്ലാസ് അല്ലേ എടുത്തത്? Adverb എടുത്തു, അത് കഴിഞ്ഞ് അഡ്വർബ് ക്ലാസ് എടുത്തു, ഓടിച്ചെടുത്തു.
എന്നിട്ട് പറഞ്ഞത് ടെൻസ് പഠിക്കാത്തത് കൊണ്ടാണ് ക്ലോസ് ബുദ്ധിമുട്ട്, അതുകൊണ്ട് നെക്സ്റ്റ് ടെൻസ് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞായിരുന്നു മിസ്. മോക്ക് ടെസ്റ്റോ? മോക്ക് ടെസ്റ്റ് ലേറ്റസ്റ്റ് ഇട്ടിട്ടില്ല. വെക്കേഷന് മുന്നേ അഡ്ജക്റ്റീവോ അതിനെ കുറിച്ച് അഡ്ജക്റ്റീവ് ക്ലോസോ അതിനെ കുറിച്ച് ഒരെണ്ണേ ഉള്ളായിരുന്നു, ഒരു 5 മാർക്കിന്റെ. അത് നേരത്തെ ചെയ്തു. ആണോ? അല്ലാതെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല? ഇല്ല മോക്ക് ടെസ്റ്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. മിസ് പറഞ്ഞിരുന്നു, പക്ഷെ ഇട്ടില്ല. മിസ് പറഞ്ഞായിരുന്നു പക്ഷെ ഇട്ടിട്ടില്ല. അതിനു മുമ്പ് ഇട്ടായിരുന്നു. മോക്ക് ടെസ്റ്റ് ഞാൻ പറഞ്ഞു രണ്ടും ഒരുമിച്ചിടാന്നല്ലേ പറഞ്ഞേ? പക്ഷെ അതിനു മുമ്പൊന്നും ഇട്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു വേറൊന്നും കൂടി ഇടാന്ന്. ഇപ്പൊ നിങ്ങൾക്ക് അഡ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞു, നൗണും ആഡ്വർബോ കഴിഞ്ഞോ? ഇല്ല ഒരൊറ്റ ഒരെണ്ണേ തന്നിട്ടുള്ളൂ. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു രണ്ടും കൂടെ ഒരുമിച്ച് ഇടാന്ന് പറഞ്ഞു അല്ലെ? അതെ. പറഞ്ഞു. മോക്ക് ടെസ്റ്റ് വന്നിട്ടില്ല. ഞാനിന്ന് ചോദിക്കട്ടെ, ചിലപ്പോ ഇട്ടിട്ടില്ലെങ്കിൽ ചിലപ്പോ നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 17th ടീച്ചർ ലാസ്റ്റ് മോക്ക് ടെസ്റ്റ് ഇട്ടത്. 17th അഡ്ജക്റ്റീവിന്റെ. ആണല്ലേ? ജസ്റ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്തേ. ഓക്കെ, അഡ്ജക്റ്റീവ് മാത്രമാണ് മോക്ക് ടെസ്റ്റ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് നൗണും ആഡ്വർബും ക്ലിയർ ആണോ? രണ്ട് ക്ലിയർ ആണോ? ഇനി വേറെ ഡൗട്ടും കാര്യങ്ങളൊന്നുമില്ലല്ലോ? എല്ലാം സെപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലേ? യെസ് ടീച്ചർ, ഐ ക്യാൻ. യെസ്, എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരുമിച്ച് ഇനി മോക്ക് ടെസ്റ്റ് അറിയാലോ നാളത്തേക്ക്. നൗണിന്റെയും ആഡ്വർബിന്റെയും മോക്ക് ടെസ്റ്റ് നാളെ. ഓക്കെ ആണല്ലോ എല്ലാവരും? പറയൂ, നിങ്ങളുടെ ഒപ്പീനിയൻ പറയൂ. നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം. ഇനി ഓരോന്നായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്താ വേണ്ടേ പറയൂ. അല്ല മിസ്, മൗണ്ട് ടെസ്റ്റ് നടത്തിക്കോ, എന്നാലേ കുറച്ച് കൺഫ്യൂഷൻ മാറില്ലേ ക്വസ്റ്റ്യൻ കേട്ടാല്. എന്തോ? മൗണ്ട് ടെസ്റ്റില് ക്വസ്റ്റ്യങ്ങള് പറയൂ, ക്ലിയർ ആയില്ലേ ജിന? മൗണ്ട് ടെസ്റ്റ് നടത്തിയാലേ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ക്ലിയർ ആവില്ലേ എങ്ങനെയാ വരികയെന്ന്. അത് കഴിഞ്ഞിട്ട് മാം പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവുമല്ലോ. ഓക്കെ, മോക്ക് ടെസ്റ്റില് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണോ? അല്ലല്ല മാം എടുത്തത് ഞാൻ ചോദിച്ചത് അജീന അതല്ല. നൗണും ആഡ്വർബും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓൾറെഡി അഡ്ജക്റ്റീവ് കംപ്ലീറ്റ് ചെയ്തു, അതിന്റെ മോക്ക് ടെസ്റ്റും കഴിഞ്ഞു. ഇനിയിപ്പോ നൗൺ ക്ലോസും നൗണിന്റെ ചാപ്റ്ററും ആഡ്വർബിന്റെ ചാപ്റ്ററും നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് വന്നാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരാം. ഓക്കെ, സെപ്പറേറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നാണ് എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചത് നാളെ നിങ്ങൾക്ക് രണ്ട് ചാപ്റ്ററിന്റെയും ഒരുമിച്ച് മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യട്ടെ എന്നാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ആണോ? ഫോർ മീ ഓക്കെ ടീച്ചർ. ഓക്കെ, ഓക്കെ ആണല്ലോ? അപ്പൊ നാളെ നൗണും ആഡ്വർബും രണ്ട് ചാപ്റ്ററിന്റെയും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, സെപ്പറേറ്റ് ആയിക്കോളൂ. ഒരുമിച്ചല്ല, സെപ്പറേറ്റ് തന്നെ രണ്ട് ചാപ്റ്ററിന്റെയും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഓക്കെ മിസ്. മാക്സിമം റെസ്പോണ്ട് ചെയ്യാം അതുകൊണ്ട് എല്ലാവരും. ഓക്കെ, സോ അപ്പോ ഇനി നമുക്ക് ഒരു പുതിയ ചാപ്റ്റർ ആണ്, പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, എന്താണ് പ്രപ്പോസിഷൻ? എന്താണ്? വാട്ട് ഈസ് പ്രപ്പോസിഷൻ? എനിവൺ?
ആർക്കെന്നറിയോ എന്താണ് പ്രപ്പോസിഷൻ എന്താണ്? Preposition is a word that used to link എന്താണ് ഒരു noun or pronoun with other words in the sentence. Okay, noun-നെയോ pronoun-നെയോ അല്ലെങ്കിൽ other ഏതെങ്കിലും സെന്റൻസിനെയോ കണക്ട് ചെയ്യാൻ ലിങ്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ആണ് എന്താണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയായിരിക്കും? നമുക്ക് മെയിൻലി നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് പ്രപ്പോസിഷൻസ് ആണ് അറ്റ്, ഇൻ, ഓൺ, then for, since. ഓക്കെ, ഇതെല്ലാം നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ ഇൻ, ഓൺ, അറ്റ് ഒക്കെയാണ് കൂടുതലും കൺഫ്യൂഷൻ വരുന്ന പ്രപ്പോസിഷൻസ്. ഓക്കെ, അതല്ലാതെ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്. ഓക്കെ, ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിരുന്നല്ലോ about, above, across, after, against, along, among. ഇതെല്ലാം പ്രപ്പോസിഷൻസ് ആണ്. ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട്, ഒരുപാടുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്നും നമുക്ക് കവർ ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം, നമുക്കത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് അതായത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് ആക്ട്, ഓൺ, ഇൻ, ഡ്യൂറിങ്, ബൈ ആൻഡ് ഫോർ, സിൻസ്, ബിറ്റ്വീൻ ആൻഡ് ബിറ്റ്വീൻ. ഇത്രയും പ്രപ്പോസിഷൻസ് ആണ് ഇങ്ങനെ ടെക്സ്റ്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. സോ ഞാൻ അത്രയും തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രപ്പോസിഷനെ കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നമുക്ക് അതിനെ കുറിച്ചും ഇതുപോലെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഓക്കെ, ഈ ടേബിൾ കാണുന്ന ഇതെല്ലാം പ്രപ്പോസിഷൻസ് ആണ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ മിസ്. ഓക്കെ, അപ്പോ ഇനിയുള്ളത് ഇപ്പൊ പ്രപ്പോസിഷനില് എന്റെ നോട്ട് ഉണ്ടാവില്ല, നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. ഓക്കെ, അപ്പോ എല്ലാവരും നോട്ട്ബുക്ക് എടുക്കുക. ചെക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഹെഡിങ് ഈസ് ദ പ്രപ്പോസിഷൻ. ഓക്കെ, നോട്ട്ബുക്ക് എടുക്കുക, ഹെഡിങ് എഴുതുക, ദ പ്രപ്പോസിഷൻ നമ്മുടെ ഹെഡിങ് എഴുതുക. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കേണ്ടതാണ്. ഓക്കെ, ഓക്കെ ടീച്ചർ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റ് പ്രിപ്പോസിഷൻ ഏതാ? അറ്റ്. അറ്റ്. ഓക്കെ, നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ടൈമിന്റെ കൂടെ ടൈമിന്റെ കൂടെ മസ്റ്റ് ആണ് അല്ലെ? ടൈമിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് അറ്റ്. Place. Place. പ്ലേസ് പറയാം. എഴുതാൻ വരട്ടെ കേട്ടോ, ഞാൻ എഴുതാൻ പറയാം. പ്ലേസ് പറയാം. ഓക്കെ, then എവിടേക്ക് യൂസ് ചെയ്യാം? ഓക്കെ, നിങ്ങൾ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് ടൈം എഴുതാം. ടൈമിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അറ്റാണ്. അപ്പൊ ടൈം പോയിന്റ് വൈസ് ആയിട്ട് ഓരോന്ന് എഴുതാം. ഓക്കെ, ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം. ഫസ്റ്റ് പോയിന്റ് ഈസ് ടൈം. ദെൻ നെക്സ്റ്റ് നമ്മൾ രാത്രി അല്ലെ നൈറ്റ് ആൻഡ് നൈറ്റ് ഓർ മിഡ് നൈറ്റ് ഒക്കെ പറയുമ്പോൾ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യുക അല്ലെ? അറ്റ് നൈറ്റ് ഓർ അറ്റ് മിഡ് നൈറ്റ് എന്നൊക്കെയാ പറയാ. സോ നമുക്ക് നൈറ്റ് ഓർ മിഡ് നൈറ്റ് എന്ന് എഴുതാം. ഓക്കെ, പോയിന്റ് വൈസ് ചെയ്തുമ്പോ പെട്ടെന്ന് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാൻ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഈസ് ടൈം, ദെൻ മിഡ് നൈറ്റ് ഓർ നൈറ്റ്. ദ തേർഡ് വൺ ഈസ് അറ്റ് ദി മൊമെന്റ്. നമ്മൾ അറ്റ് ദി മൊമെന്റ് എന്ന് പറയില്ലേ അല്ലെ? അറ്റ് ദി മൊമെന്റ്. അപ്പൊ അറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് അറ്റ് ദി മൊമെന്റ്. പെർട്ടിക്കുലർലി ആ മൊമെന്റ് നമ്മൾ പറയുമ്പോൾ അവിടെ അറ്റ് ആണ് യൂസ് ചെയ്യുക. അപ്പൊ അറ്റ് ദി മൊമെന്റ് എന്നാ പറയാ. അപ്പൊ അറ്റ് ദി മൊമെന്റ് എഴുതാം. നെക്സ്റ്റ് ഹോളിഡേയ്സ്.
ഹോളിഡേ പറയുമ്പോഴും നമ്മൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ ഹോളിഡേ ഏതാ? ഹോളിഡേസ്. ഓക്കെ, the last one is place പറഞ്ഞു. ഓക്കെ, പ്ലേസ് ആണ്. പ്ലേസ് എഴുതുമ്പോ അങ്ങനെയല്ല എഴുതേണ്ടത്. കറക്റ്റ് ലൊക്കേഷൻ ഓർ എക്സാക്ട് പ്ലേസ് ഓർ സ്പെസിഫിക് പോയിന്റ്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്നത് അത് എഴുതിയെടുക്കുക. അതായത് പ്ലേസ് എന്ന് പറയുമ്പോൾ കറക്റ്റ് പ്ലേസ് ആയിരിക്കണം. ഓക്കെ, കറക്റ്റ് പ്ലേസ്. അപ്പൊ പോയിന്റ് എഴുതുക. കറക്റ്റ് പ്ലേസ് ഓർ എക്സാക്ട് പ്ലേസ് ഓർ സ്പെസിഫിക് പോയിന്റ്. ഇത് മൂന്നും നിങ്ങൾക്ക് എഴുതാം. കറക്റ്റ് പ്ലേസ്, എക്സാക്ട് പ്ലേസ്, സ്പെസിഫിക് പോയിന്റ്. ഇത് മൂന്നിന്റെയും മീനിങ് സെയിം തന്നെയാണ്. ഓക്കെ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എവിടെയാണോ അവിടെ. ഓക്കെ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് പോയിന്റ് വൈസ് ആയിട്ട് എഴുതാനുള്ളത്. ഇവിടേക്കാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത് ഇത്രയും പ്ലേസിലാണ്. ഓക്കെ, ഇനി ടൈം വെച്ചിട്ട് എക്സാമ്പിൾ ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒരു ടൈം വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞേ, ഒരു സെന്റൻസ്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ I always go to school at 10 a.m. I always go to school at 10 a.m. I always go to school at 10 a.m. എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. I always go to school at 10 a.m. I always go to school at 10 a.m. ഓക്കെ, ഇത് ടൈം വെച്ചിട്ടുള്ള എക്സാമ്പിൾ ആണ് അല്ലെ? സോ ഇതുപോലെ എക്സാമ്പിൾ എന്തായാലും പറഞ്ഞേ. പറയൂ, പറയാൻ കംഫർട്ട് അല്ലാണ്ട്. I went to the hospital at 11 o'clock. 11 a.m. Yeah, I went to the hospital at 11 a.m. Yeah, okay. Next, ഒരു നൈറ്റ് അല്ലെങ്കിൽ മിഡ് നൈറ്റ് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ഒന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഞാൻ എന്നും മിഡ് നൈറ്റ് ആകുമ്പോഴാണ് ഉറങ്ങാൻ പോവാറ്. എങ്ങനെയാ പറയാ? അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും മിഡ് നൈറ്റിലാണ് ഉറങ്ങാൻ പോവാറ്, കിടക്കാൻ പോവാറ്. എങ്ങനെയാ പറയാ? I usually sleep at night. Yeah, I usually go to bed at midnight എന്ന് പറയാം. അല്ലെങ്കിൽ I often, പലപ്പോഴാണെങ്കിൽ I often go to bed at midnight or night. Okay, I often go to bed at midnight. Midnight അല്ലെങ്കിൽ night എന്ന് പറയാം, or night. Okay, അപ്പൊ നമുക്ക് ഇങ്ങനെ midnight വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അറ്റ് ദി മൊമെന്റ് എല്ലാവർക്കും അറിയാലോ. അതിനെ കുറിച്ച് എക്സാമ്പിൾ പറയേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് ഡൗട്ട് വരുന്ന പ്ലേസ്, സംശയം എന്ന് പറഞ്ഞാല് പ്ലേസ് ആണ്. പ്ലേസ് എന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങളിപ്പോ എവിടെയാണ്, where are you now എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ആൻസർ പറയും? I am at home. എവിടെയാണ്? I am at home. ഓക്കെ, ബാക്കി എല്ലാവരും എന്താ പറയാത്തെ? പറയൂ, നിങ്ങളിപ്പോ എവിടെയാണ്? ആൻസർ എന്താ പറയാ? സ്ഥലത്തിന്റെ പേരാണോ പറയാ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ എവിടെയാണ് എന്നുള്ള കറക്റ്റ് പ്ലേസ് ആണോ പറയാ? എന്തായിരിക്കും പറയാ നിങ്ങള്? At home. അല്ലെ, വീട്ടിലാണ്. എല്ലാവരും വീട്ടിലാണ്, ചിലർ ഓഫീസിലായിരിക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഞാൻ വീട്ടിലാണ് അല്ലെങ്കിൽ ഞാൻ ഓഫീസിലാണ് എന്നാണ്. അല്ലാതെ നിങ്ങൾ സ്ഥലമാണോ പറയണ്ടേ? നിങ്ങളിപ്പോ എവിടെയാണ്? ഞാൻ ഇന്ന സ്ഥലത്താണ് എന്നാണോ പറയണ്ടേ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഒരു സ്ഥലത്തിന് പേര് പറയേണ്ട സാഹചര്യം വരാം. മനസ്സിലായോ? നിങ്ങളിപ്പോ ഇപ്പൊ ഈ ജില്ലയില് നിങ്ങൾ എവിടെയാണ്? എറണാകുളം ജില്ലയിൽ നിങ്ങളിപ്പോ എവിടെയാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്ഥലം പറയാം. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എവിടെയാണോ കറക്റ്റ്, എക്സാക്ട് ആയിട്ട് നിങ്ങൾ എവിടെയാണോ ആ പ്ലേസിന്റെ കൂടെ ആയിരിക്കണം നമ്മൾ അറ്റ് യൂസ് ചെയ്യേണ്ടത്. അത് പ്ലേസ് ആകാം, ഇപ്പൊ പറഞ്ഞല്ലോ, ഹോം ആകാം, ഓഫീസ് ആകാം, ലൈബ്രറി ആകാം, ഡെസ്ക്ടോപ്പ് ആകാം, whatever. ഓക്കെ, അപ്പൊ നിങ്ങൾ എവിടെയാണോ കറക്റ്റ്, നിങ്ങൾ എവിടെയാണോ അവിടെ പറയുമ്പോൾ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. ഓക്കെ, she was at home, അല്ലെങ്കിൽ she is at home, or she's at bus stop, she's now at library. Okay,
ബസ് സ്റ്റോപ്പ്, വെരി ഫോർ ബെസ്റ്റ് എന്ന് പറയാം. അപ്പൊ ബസ് സ്റ്റോപ്പിലാണ്, ഞാൻ ബസ് സ്റ്റോപ്പിലാണ്, ഞാൻ വീട്ടിലാണ്, ഞാൻ സ്കൂളിലാണ്, ഞാൻ ഇന്നൊരു സ്ഥലത്താണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലാക്കേണ്ടത് നിങ്ങൾ അപ്പോ ആ നിമിഷം എവിടെയാണോ അവിടെ പറയുമ്പോ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? Yes, miss. Yes, miss. മനസ്സിലായോ? Yes, ma'am. യെസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പോ ഹോളിഡേ പറഞ്ഞു. ഹോളിഡേയില് നമ്മൾ ഓൺ യൂസ് ചെയ്യാറുണ്ട്. അത് ഓൺ ഞാൻ പറയുമ്പോ പറയാം, ഇപ്പൊ പറഞ്ഞത് കാര്യം. അപ്പോ ഇത് ഇവിടെ ഹോളിഡേയിൽ അറ്റ് യൂസ് ചെയ്യുന്നത് ഇപ്പൊ ക്രിസ്മസ് ആണെന്ന് വെക്കാം. അറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ അറ്റ് ക്രിസ്മസിന്റെ കൂടെ അറ്റ് യൂസ് ചെയ്തു എന്ന് വെക്കാം. ഇവിടെ സ്ക്രീനിൽ നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, we will come to your house at Easter. മനസ്സിലായി? we will come to your house at Easter. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈസ്റ്ററിന്റെ ദിവസം വരുന്നു എന്നല്ല. മനസ്സിലായോ? ഡ്യൂറിങ് ഒരു വെക്കേഷൻ ടൈം, ഒരു പെർട്ടിക്കുലർ പീരീഡ് ഉണ്ടല്ലോ. മനസ്സിലായോ? ഈസ്റ്റർ എന്ന് പറയുമ്പോൾ ഈസ്റ്റർ വെക്കേഷനോ ആ ഒരു പെർട്ടിക്കുലർ ഒരു വീക്കിലോ, മനസ്സിലായോ? ആ ഒരു പെർട്ടിക്കുലർ പീരീഡില് ഞാൻ നിന്റെ വീട്ടിൽ വരും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കറക്റ്റ് ആ ഒരു ഈസ്റ്ററിന്റെ അന്ന് വരും എന്നല്ല. മനസ്സിലായോ? ഇപ്പൊ അറ്റ് ക്രിസ്മസ് ആണെങ്കിലോ ഡ്യൂറിങ് ദ ക്രിസ്മസ് സീസൺ അല്ലെങ്കിൽ ആ ഒരു ടൈമില് ഞാൻ വരും. ഐ വിൽ കം ടു യുവർ ഹൗസ് അറ്റ് ക്രിസ്മസ് എന്ന് പറഞ്ഞ് ഞാൻ ക്രിസ്മസിന്റെ ടൈമിൽ നിന്റെ വീട്ടിൽ വരും എന്നാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഹോളിഡേയുടെ കൂടെ അറ്റ് കണ്ടാല് അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ ആ കറക്റ്റ് ആ ക്രിസ്മസിന്റെ അന്നായിരിക്കും, അന്നാണ് ഞാൻ നിന്റെ വീട്ടിൽ വരും എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഐ വിൽ കം ടു യുവർ ഹൗസ് ആറ്റ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് 25-ാം തീയതി ഞാൻ വരും എന്നല്ല പറയുന്നത്. ഓക്കെ, ആ ഡ്യൂറിങ് പീരീഡിലാണ് ഞാൻ വരും എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യാം. ദെൻ അറ്റിന് വേറൊരു യൂസേജും കൂടി ഉണ്ട്. ഐ ആം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ അതിന് മീനിങ്? ഐ ആം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ അതിന്റെ മീനിങ് എന്താ? ഐ ആം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ മീനിങ് അറ്റ് ദ ടേബിൾ എന്ന് പറയുമ്പോ ടേബിളിന് അരികെ, അടുത്ത് എന്നൊരു മീനിങ് കൂടി ഉണ്ട്. അറ്റിന് ആ ഒരു മീനിങ് കൂടി ഉണ്ട്. ഞാൻ ടേബിളിന് അടുത്ത് ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ ടേബിളിന് അടുത്ത് ഇരിക്കുകയാണ്. ഐ ആം സിറ്റിംഗ് അറ്റ് ദ ടേബിൾ, ഞാൻ ടേബിളിന് അടുത്ത് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്ത്, അരികെ എന്ന് പറയുമ്പോ ആ ഒരു മീനിങ് കൂടെ ഈ അറ്റിനുണ്ട്. നമുക്ക് നിയർ പറയാം, ബിസൈഡ് പറയാം, ഇതെല്ലാം പ്രപ്പോസിഷൻ ആണ്. ഓക്കെ, സോ ഈ അരികെ എന്നുള്ളൊരു മീനിങ് അറ്റിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ടൈമിന്റെ കൂടെ നൈറ്റ് അല്ലെങ്കിൽ മിഡ് നൈറ്റ്, at the moment, then a place, exact place, and correct location, then holidays, and last one is the beside, near എന്നൊരു മീനിങ്ങും കൂടെ അറ്റിന് വരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? Yes, miss. Is it Yes, clear or miss. not? Clear ആണ്. Yes. ക്ലിയർ ആണ്. ഫസ്റ്റ് പറഞ്ഞു ഒന്നുകൂടെ പറയുമോ? ഏതാണ്? അരികെന്നാണോ? അത് തന്നെ. ഓക്കെ, ഞാനിപ്പോ എന്താ ഒരു മരത്തിനടുത്തിരിക്കുകയാണ്. മരമോ എന്തിനാ, ടേബിളോ ചെയറോ, അതിന് അടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ അടുത്തിരിക്കുമ്പോ അപ്പൊ വേണമെങ്കിൽ പറയാം ഐ എം സിറ്റിംഗ് നിയർ ദ ടേബിൾ, അല്ലെങ്കിൽ ഐ എം സിറ്റിംഗ് നിയർ ദ ചെയർ, നിയർ ദ ട്രീ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ? ഞാൻ ടേബിൾ അടുത്തിരിക്കുകയാണ്. നിയർ എന്ന് പറയുമ്പോൾ അടുത്താണ്. അതുപോലെ തന്നെ മീനിങ് ആണ് അറ്റ് യൂസ് ചെയ്യുമ്പോൾ. മനസ്സിലായോ? ഞാൻ ടേബിൾ അടുത്തിരിക്കുകയാണ്. സിറ്റിംഗ് അറ്റ് ടേബിൾ എന്ന് പറയുന്നതും ഈ അരികെ എന്നൊരു മീനിങ് തന്നെയാണ്. ഇനി എവിടെയെങ്കിലും അത് കണ്ടാല് നിങ്ങൾ ഡൗട്ട് അടിക്കണ്ട, മീനിങ് എങ്ങനെയാണ് വരാം. ഞാൻ ടേബിളിന് അടുത്ത് ഇരിക്കുകയാണ് എന്നൊരു മീനിങ് വരും. ഓക്കെ, ഓക്കെ മിസ്. ക്ലിയർ? ഓക്കെ,
അപ്പൊ ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ അറ്റ് എന്ന് പറയുന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാറ്. ഇനി പ്രപ്പോസിഷൻ നമ്മൾ എടുക്കുമ്പോൾ ഡൗട്ട് വരുന്നത് സ്വാഭാവികമാണ്. അപ്പൊ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുള്ളൂ. അല്ലാതെ ഡൗട്ട് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇപ്പൊ എടുക്കുന്നത് എല്ലാം കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ക്ലാസ്സിൽ നിന്ന് ലീവ് ചെയ്ത് പോകാം. ഓക്കെ, ബേസിക് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോ ഇതെല്ലാം പഠിച്ചിട്ടാണ് നമ്മൾ ടെൻസിലേക്ക് പോവാ. അപ്പോ ടെൻസ് സമയത്ത് ടെൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് അറിഞ്ഞില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒന്നും. ഓക്കെ, അപ്പൊ സോ ഇതെല്ലാം ക്ലിയർ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ടെൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ. ടെൻസ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നാണ്. ഓക്കെ, ഇതെല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പൊ ടെൻസിന് ബേസ് ഉള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അതിനകത്ത് പറയേണ്ട വരുള്ളൂ. ഓക്കെ, അപ്പൊ പഠിക്കേണ്ട സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പഠിക്കുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് പോവാം. ഓക്കെ, ഇനി മിഡ് നൈറ്റ്, നമ്മൾ നൈറ്റിന്റെ കൂടെ പറയുമ്പോൾ എപ്പോഴും അറ്റാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അതുപോലെ നമ്മൾ ഈവനിങ്, മോർണിംഗ് ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ വേറൊരു പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ നൈറ്റ് പറയുമ്പോൾ എപ്പോഴും അറ്റ് എന്ന് പറയുന്ന ഒരു പ്രപ്പോസിഷൻ ഉണ്ടാവും. നൈറ്റിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് അറ്റ് എന്ന് പറയുന്നത്. നൈറ്റ് ആയിക്കോട്ടെ, മിഡ് നൈറ്റ് ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ ആണ് അറ്റ്. അവിടെ ഇപ്പോ ഐ എം ഗോയിങ് ടു ബെഡ് ഇൻ മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്ക് ആണ്. മനസ്സിലായോ? അപ്പോ വേർഡ്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാല് അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. അതാണ് ഗ്രാമർ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം പഠിക്കേണ്ട കാര്യമാണ്. ആരും ചോദിച്ചിട്ട് കാര്യമില്ല, പഠിക്കണം. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചെയ്യോ, ഒന്ന് എല്ലാവരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് ഇപ്പൊ ഞാൻ അച്ഛനെ കുറിച്ച് എന്താ പറഞ്ഞത്, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത്? ഓക്കെ, യു ക്യാൻ എക്സ്പ്ലെയിൻ. ആരാ? ഞാൻ വിളിക്കണോ? ആരെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യൂ. അപ്പോ കുറച്ചുകൂടി നല്ലതാണ്. മനസ്സിലായത് എന്താണോ അത് പറയാ. അപ്പോ ക്ലാസ്സിൽ ഉള്ളവർക്കും കുറച്ചുകൂടി ക്ലിയർ ആകും, നിങ്ങൾക്കും ക്ലിയർ ആകും. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ സെന്റൻസിലെ നൗൺസും പ്രൊനൗൺസും ഒക്കെ പാടെ അതിനെ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ്. പിന്നെ അത് നമ്മൾ കുറെ ഉപയോഗിക്കുന്നത് ടൈമിനെയും പ്ലേസിനെയൊക്കെ ഇതാക്കാൻ വേണ്ടി അതിന് മുമ്പിലായിട്ടാണ് അതിൽ അറ്റ് ഉപയോഗിക്കാം. പിന്നെ ഒരു കറക്റ്റ് പ്രോപ്പർ പ്ലേസോ അല്ലെങ്കിൽ കറക്റ്റ് ലൊക്കേഷൻ, സ്പെസിഫിക് പോയിന്റ്, അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള സ്ഥലത്താണ് അറ്റ് ഉപയോഗിക്കാം. രണ്ടാമത്തെ പറഞ്ഞതിൽ കുറച്ച് ഡൗട്ട് ഉണ്ട്. അറ്റ് വേറൊരു വേർഡിന്റെ ഒപ്പം ഉപയോഗിക്കുന്നു പറഞ്ഞില്ല, അത് കഴിഞ്ഞിട്ട് അരികെയാണോ? അങ്ങനെ വരുന്നത് കുറച്ച് ഡൗട്ട് ഉണ്ട്, ക്ലിയർ ആയില്ല. ഓക്കെ, ക്ലിയർ ചെയ്യാം. ഇപ്പോ നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയേ, ടെക്സ്റ്റിൽ കണ്ടോ സർട്ടൻ മൊമെന്റ് ഓർ പോയിന്റ് ഓഫ് ടൈം മീറ്റിംഗ് വിൽ സ്റ്റാർട്ട് അറ്റ് 5 o'clock എന്ന് പറയാം. ഓക്കെ, അപ്പൊ ടൈമിന്റെ കൂടെയാണ് അറ്റ് വന്നിരിക്കുന്നത്. ഇവിടെ അറ്റ് ഡൗൺ, at noon, at sunset, at dusk, at night, at midnight, at the end of the book, at the beginning of the meeting. കണ്ടോ, ഇവിടെയൊക്കെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്യാം. ഇതൊക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ്, ഇതെല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഹോളിഡേയ്സിൽ പറയും, അത് ഫെസ്റ്റിവൽ ആകാം, ഹോളിഡേ ആകാം, എന്തും ആകാം. ഓക്കെ, അത് ക്രിസ്മസ്, at ന്യൂ ഇയർ, at റംസാൻ, at വിഷു, at the weekend, at ഡിന്നർ ടൈം ആണ്, അറ്റ് ബെഡ് ടൈം. മനസ്സിലായോ? ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം പഠിച്ചു വെക്കണം. ഇനി അറ്റ്, അരികെ എന്നൊരു മീനിങ് ആണ് മനസ്സിലാവുന്നത്. ഇപ്പോ നിങ്ങള് ഒരു മലയാളം ഞാൻ പറയാം. പൂച്ച ഒരു എന്താണ്, ഒരു ബാസ്കറ്റിന്റെ അടുത്ത് ഇരിക്കുകയാണെന്ന് എങ്ങനെയാ നിങ്ങൾ പറയാ? പൂച്ച ഒരു ബാസ്കറ്റിന്റെ അടുത്ത് ഇരിക്കുകയാണ്. The cat sitting near the basket. Near at the basket. Yeah, near the basket. അല്ലെങ്കിൽ അവൻ near the basket എന്ന് പറയുള്ളൂ. ആ നിയർ മാറ്റിയിട്ട് അവിടെ അറ്റ് വന്നാൽ മിസ്റ്റേക്ക് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയും നമ്മൾ അറ്റ് യൂസ് ചെയ്യാറുണ്ട്.
ഓക്കെ, നിയറിന് പകരമായിട്ട്, അതായത് നിയർ ഉദ്ദേശിച്ച് നിങ്ങൾ അടുത്ത്, അരികെ എന്നൊരു മീനിങ് ആണ്. ആ ഒരു സെയിം മീനിങ് നമുക്ക് അറ്റിനും ചില സമയങ്ങളിൽ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ the cat is sitting at the basket എന്ന് പറഞ്ഞാല് മിസ്റ്റേക്ക് ഇല്ല. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുക. ദെൻ കുറച്ച് എക്സാമ്പിൾസ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് വൈസ് വെച്ചിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് മേക്ക് ചെയ്യാൻ പറ്റും. നോക്കി എക്സാമ്പിൾസ് പറയാ, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ, എല്ലാവരും എക്സാമ്പിൾസ് മേക്ക് ചെയ്യൂ. എല്ലാവരും ടെക്സ്റ്റ് ചെയ്യാം, പറയണമെങ്കിൽ പറയാം. ഓക്കെ, എക്സാമ്പിൾ എന്തായാലും മസ്റ്റ് ആയിട്ട് മേക്ക് ചെയ്യണം. എക്സാമ്പിൾസ് മേക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ഇംഗ്ലീഷിനെ കുറിച്ച് നോളജ് വരും. സെന്റൻസ് മേക്ക് ചെയ്യാൻ പഠിക്കണ്ടേ? അപ്പോ മാക്സിമം സെന്റൻസ് മേക്ക് ചെയ്യാം. മിസ്റ്റേക്സ് വരും, അത് നിങ്ങൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാം ക്ലിയർ ചെയ്യും. The movie starts at midnight. The movie starts at midnight എന്ന് പറയുമ്പോൾ എന്താണ് മീൻ ചെയ്ത്, എന്താണെന്ന് പറഞ്ഞേ, എന്താണ് ഉദ്ദേശിച്ചത്? മലയാളം ഒന്ന് പറഞ്ഞേ. മൂവി മിഡ് നൈറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റാർട്ട് പറ, മീനിങ് പറ. സ്റ്റാർട്ട് ചെയ്തത് എന്നാണോ, ചെയ്തു എന്നാണോ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുമെന്നാണോ? കൺഫ്യൂഷനായി. എന്താണ് ഉദ്ദേശിച്ചത് മാത്രം പറഞ്ഞാൽ മതി. എന്താന്ന് മിണ്ടാത്തേ? മൂവി സ്റ്റാർട്ട് ചെയ്തു. ചെയ്തു. മിഡ് നൈറ്റിലാണ് സിനിമ തുടങ്ങുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. ഓക്കെ, തുടങ്ങുമെന്നാണെങ്കിൽ മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ഓക്കെ. ദ മൂവി ആണ്, മൂവീസ് വേണ്ട. ദ മൂവി, മൂവീസ് ആണെങ്കിൽ അവിടെ സ്റ്റാർട്ട് മാത്രം മതി. ഓക്കെ, ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് മിഡ് നൈറ്റ്. മൂവീസ് ആണെങ്കിൽ ദ മൂവീസ് സ്റ്റാർട്ട് അറ്റ് മിഡ് നൈറ്റ്. ഓക്കെ, അങ്ങനെയാണ് വരാം. The year was completed at night. The year അല്ല, this year. ഈ വർഷം was അല്ല വരാട്ടോ. എന്താ ഉദ്ദേശിച്ചത്? The year was completed at night. ഈ വർഷം രാത്രി അവസാനിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. രാത്രിയോടെ ഈ വർഷം അങ്ങ് കഴിയും. രാത്രിയോടെ ഈ വർഷം അവസാനിക്കും എന്നാണ് അല്ലെ? അപ്പൊ എങ്ങനെയായിരിക്കും വരാ സെന്റൻസ്? ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, സെന്റൻസ് വൈസ് പിന്നെ നോക്കാം. അറ്റൊക്കെ ഓക്കെയാണ്. അറ്റ യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നിങ്ങൾ അറ്റ യൂസ് ചെയ്തിട്ടുണ്ട്. സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് വരുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ടെൻസ് പഠിക്കുമ്പോൾ അതെല്ലാം ക്ലിയർ ആയിക്കോളും.
I read books at bedtime. ഇപ്പൊ ഞാൻ നോക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ടും പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. സെന്റൻസ് ഇപ്പൊ നിങ്ങളോട് ഞാനിപ്പോ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അത് ടെൻസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഈ സെന്റൻസ് എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ മേക്ക് ചെയ്യും. ഓക്കെ, I met my friend at the park. Yeah, okay. I will see you at 9 p.m. Yeah, correct. Yeah. We will sit together at dinner time. Yeah. Correct. Rima returned home at night. Okay. ഇത് നിങ്ങൾക്ക് സെന്റൻസ് മിസ്റ്റേക്ക് വരുന്നത് ടെൻസ് അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, അതർവൈസ് കറക്റ്റ് ആണ് നിങ്ങൾ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നത്. The party start at night. Okay. I'll go to work at 8 p.m. Okay. അപ്പൊ ഇനി അറ്റ് യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് എന്താണ് യൂസ് ചെയ്യലോ? വേറെ മിസ്റ്റേക്സ് ഒന്നും കാര്യങ്ങളൊന്നും വരത്തില്ലല്ലോ. ഓക്കെ, we will meet at 5 p.m. Okay, correct ആണ്. Good. I'll go to my home at 9 p.m. Yeah, correct ആണ്. ഓക്കെ, അപ്പൊ അറ്റ് പ്രപ്പോസിഷൻസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? പ്രപ്പോസിഷൻ ക്ലിയർ ആണ്. യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എല്ലാവർക്കും അറിയാം, യൂസ് ചെയ്യാൻ പറ്റും, ക്ലിയർ ആണ്. ഓക്കെ, good. I will see you at dinner time. Yeah. Okay. Correct ആണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് പ്രപ്പോസിഷൻസ് ഉണ്ട് അല്ലെ? അത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു, അറ്റ് പറഞ്ഞു. അപ്പൊ എക്സാമ്പിൾസ് എല്ലാവരും എഴുതിയെടുക്കാട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ. അപ്പൊ എക്സാമ്പിൾസ് എല്ലാവരും മാക്സിമം മേക്ക് ചെയ്യുക, അത് എഴുതുക. ഓക്കെ, ദെൻ ഇനി എന്താണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രപ്പോസിഷൻ ബേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. എങ്ങനെയാ ക്രിസ്മസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹൗ വാസ് യുവർ ക്രിസ്മസ് സെലിബ്രേഷൻസ്? ക്രിസ്മസ് എങ്ങനെയുണ്ടായിരുന്നു? ഒരു കാര്യം ചെയ്യൂ, ടെൽ മീ അബൌട്ട് യുവർ ക്രിസ്മസ് സെലിബ്രേഷൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് സംസാരിക്കാൻ പറ്റില്ല. സംസാരിക്കാൻ പറ്റുന്നല്ല, സംസാരിക്കും. ഓക്കെ, ഇൻ ഇംഗ്ലീഷ്. പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. Are you ready? Okay. മിസ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. എന്തോ? പുൽക്കൂടൊക്കെ ഉണ്ടാക്കി. മലയാളം നോട്ട് അലൗഡ്, ഓൺലി ഇംഗ്ലീഷ്. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യൂ എല്ലാവരും. ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത് ട്രൈ ചെയ്തേ. I make വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുമ്പോൾ ആരും ക്ലാസ്സിന്റെ ലെഫ്റ്റ് ആയി പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുമ്പോൾ മിക്കവരും ലെഫ്റ്റ് ആയി പോകും. സംസാരം അറിയാത്തതുകൊണ്ടാണ്, ശരിയാണ്, എനിക്കറിയാം. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകുള്ളൂ. പറയുന്നത് മിസ്റ്റേക്ക് ആണ്, അത് ആരും എല്ലാവരും പറയുന്ന മിസ്റ്റേക്ക് ആയിരിക്കും. ഇവൻ ഞാൻ പോലും പെർഫെക്റ്റ് അല്ല ഇംഗ്ലീഷിന്, മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവരും പഠിക്കുകയാണ് ചെയ്യുക. ഓരോ കാര്യം നമ്മൾ പഠിക്കുക ചെയ്യും. അപ്പൊ ഇതും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഓരോ ക്ലാസ്സിലും ഇനി ഇംഗ്ലീഷ് ക്ലാസ്സിൽ എപ്പോഴും നമുക്കൊരു 10 minutes 15 minutes ഇംഗ്ലീഷ് സംസാരിക്കണം. അത് മസ്റ്റാണ്. ഓക്കെ, എല്ലാവരും സംസാരിക്കണം. എന്തെങ്കിലും എന്താണ് തോന്നുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ടോപ്പിക് ക്രിസ്മസിനെ കുറിച്ച് പറയാനാണ്. ക്രിസ്മസിനെ കുറിച്ച് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് സെലിബ്രേറ്റ് ചെയ്തത്? സോ ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പൊ എല്ലാവരും പറയുക. ഓക്കെ, എന്താ ഡിഫിക്കൽറ്റി വന്നാൽ ചെയ്യാം. ഓക്കെ, രാധിക പറഞ്ഞോളൂ. I make
പുൽക്കൂട് എന്നാണോ പറയാ ഇംഗ്ലീഷില്? ഇവിടെ പറയുന്നത് ക്രിസ്മസ് ക്രിബ് എന്നാണ്. ക്രിബ് എന്നാ പറയാം പുൽക്കൂടിന്. സി ആണോ? എന്തോ TRIB അങ്ങനെയാ പറയാം. ക്രിസ്മസ് ട്രിപ്പ് എന്നാ പറയാം. ട്രിപ്പ് അല്ലേ? ഓക്കെ. I make a Christmas trip. CRIB. Okay. അതിന്റെ ക്രിസ്മസിന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ട്രിപ്പ് അങ്ങനെയാ പറയാം. Okay. And make stars. My family. എനിക്കറിയാൻ പറയാം, പക്ഷെ എനിക്ക് പറയാൻ കിട്ടാറില്ല ഇംഗ്ലീഷ്. അതാണ് സംഭവം. എന്നാലും ഞാൻ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യൂ, അതെല്ലാം ക്ലിയർ ആയിക്കോളും. My family celebrated in Christmas day for cutting cake and special make a special food. That's all. ഓക്കെ, നിങ്ങള് ഞാൻ ഇവിടെ നോക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുന്നുണ്ടോ എന്നല്ല, നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടോ എന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. അതിപ്പോ എല്ലാവരും ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും അങ്ങനെയാ ശ്രദ്ധിക്കാം. ഓക്കെ, അവർ പറയുന്നില്ല ഓ ആ വേർഡ് തെറ്റാണ്, അവിടെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട് എന്നൊന്നല്ല ഞാൻ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. ഓക്കെ, സംസാരിക്കാൻ ഒരു കോൺഫിഡൻസ് വേണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം. അതാണ് മിസ്സേ കുറവ്. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ, പക്ഷെ കോൺഫിഡൻസ് കുറവാണ്. അതാണ് ഞാൻ ശ്രമിക്കാൻ. എല്ലാവരും പ്രശ്നം കോൺഫിഡൻസ് ഇല്ല. പക്ഷെ കോൺഫിഡൻസ് വരണ എങ്ങനെയാ? ഇങ്ങനെ ഓരോ പ്രാവശ്യം സംസാരിച്ചാണ് നമുക്ക് കോൺഫിഡൻസ് വരാം. ഓക്കെ, കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എന്താ എപ്പോഴും എല്ലാവരും കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കാം. എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയെന്ന് വരില്ല. കിട്ടുന്നത് ഒരിക്കലും പാഴാക്കരുത്, അത് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരം ഒരിക്കലും പാഴാക്കരുത്. ഇപ്പൊ കിട്ടുന്നത് പോലെ ഇപ്പൊ നമ്മൾ ഞാൻ സംസാരിക്കാൻ പറയുന്നുണ്ട്. രാധിക ഓക്കെ സംസാരിക്കാൻ പറഞ്ഞ് റെഡി ആയി വന്നു, മനസ്സിലായോ? രാധിക പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് അല്ല, അറിയില്ല, എന്നാലും ട്രൈ ചെയ്യാം. ട്രൈ ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ട്രൈ ചെയ്യാം. എന്തൊരു കാര്യവും നമ്മള് ശ്രമിച്ചാലേ കിട്ടുള്ളൂ. അപ്പൊ ശ്രമിക്കാം. ഇംഗ്ലീഷ് ആർക്കും അറിയില്ല. ഓക്കെ, അപ്പോ കിട്ടുന്ന അവസരം ഉപയോഗിക്കുക. ഓക്കെ, എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം കേട്ടോ. ഞാനിപ്പോ ഇംഗ്ലീഷ് ക്ലാസ്സിൽ എന്തായാലും ഞാൻ ഇംഗ്ലീഷ് സംസാരിപ്പിക്കും. കാരണം ഇംഗ്ലീഷ് സംസാരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്ലുവന്റ് ആവുള്ളൂ. ഇപ്പൊ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും. കുറച്ചുകൂടെ കഴിയുമ്പോൾ മിസ് അന്ന് സംസാരിപ്പിച്ചപ്പോ ഞങ്ങൾക്ക് പേടിയായിരുന്നു, ഇനി ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റി. ഇത് നിങ്ങൾ തന്നെ പറയും, മനസ്സിലായോ? അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ വരണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ട്രൈ ചെയ്യണം. ഇപ്പൊ രാധിക പറഞ്ഞു 1-2 സെന്റൻസ് മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, അത് മതി, ദാറ്റ്സ് ഓൾ. അതേപോലെ എല്ലാവരും പറയാം. ഓക്കെ, ഇനി ഹൂസ് നെക്സ്റ്റ്? ശ്രീരശ്മി, നോ. നെക്സ്റ്റ് ചെയ്യാം, സംസാരിക്കൂ. ഓക്കെ, നിങ്ങൾ സംസാരിക്കും. നമുക്ക് ടെക്സ്റ്റ് ചെയ്യാൻ എളുപ്പമാണ് ഇംഗ്ലീഷ്, പക്ഷെ സംസാരിക്കുമ്പോൾ ആ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം. ഓക്കെ, അപ്പൊ അതിനെന്താ നിങ്ങൾ സംസാരിച്ചേ പറ്റൂ അല്ലെ? ഒരു ഫ്ലെക്സിബിലിറ്റി, നമ്മുടെ മൗത്തിൽ ഫ്ലെക്സിബിലിറ്റി വരണം സംസാരിക്കുമ്പോൾ. അല്ലെങ്കിൽ കുറച്ച് തെറ്റുണ്ടാവുന്നേ ഉള്ളൂ. കുഴപ്പമില്ല, പറയൂ. തെറ്റെന്തെങ്കിലും വരുന്നേ പറയൂ. Christmas celebration was a beautiful experience in my life, and I make some stars that day, cut the cake. And Christmas holidays went to my family members.
Yeah, okay, good. Any next, Sarah? Who's next? Usha. Usha Anil. Okay. we Sarah, celebrate. in the We silent celebrate. ആണോ? We celebrate Christmas on 25th December. At Christmas, we all gather together to celebrate the Christmas. People exchange gift at beautifully decorated tables. Children eagerly wait at the Christmas. The warmth and happiness felt at this time, bringing people together, creating memories to cherish forever. Okay, enough? Okay, Sarah. Using at is little difficult. Others talking about Christmas, that's okay. Yeah. Okay. Any next, Sarah? Shabna. Shabna Hashim. No. Then Srirashmi. Rashmi, yeah. Srirashmi. Why? എന്താണ് ഷബ്ന? ഇനി ആരാ? ഫാത്തിമ ഹാരിസ്. Christmas is one of the important festival celebrated all around the world. And on Christmas, people decorate their house with lots of stars and Christmas tree. And we can see the entire streets are decorated with stars and Christmas tree. Then people make cake and special dishes on that day. That's all, ma'am. Yeah, okay, brother. Next, Rafina. Christmas is the a beautiful festival celebrated Christians on 25th December. They are celebrated with the decorating Christmas tree and stars. And on 25th December, they are cutting cakes and making wines. Then entire streets say, say. Okay, കുഴപ്പമില്ല. Yeah. ഇനി സബി ഷമീർ. Okay. Christmas was well celebrated and went out with the family on Christmas night. Celebrated Christmas with family. The whole house is decorated and cake were made for Christmas. Okay. Okay. Okay, ഇപ്പൊ എല്ലാവരും പേടിച്ചിരിക്കും. ഇനി അടുത്ത് എന്റെ പേര് വിളിക്കോ? ഓക്കെ, വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും പറയാം, ഇതേപോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ സെന്റൻസോ എന്തെങ്കിലും ആൾക്കാർ പൊട്ടത്തെറ്റായാലും പറയണം, ഇംഗ്ലീഷിൽ പറയണം. ഓക്കെ, പറയുന്നത് പൊട്ടത്തെറ്റായാലും കുഴപ്പമില്ല, പക്ഷെ ഇംഗ്ലീഷിൽ സംസാരിക്കണം. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് രാധിക അനീഷ്. No.
Manjusha. Lakshmi Vikas. Christmas is a joyful festival celebrated on 25th December. Usually on the Christmas day, we decorate a Christmas tree at home, decorate with lights and toys. We also host a Christmas party sometimes, wear our new clothes and celebrate the festival. Also, we sometimes visit our friends and relatives during the Christmas holidays and have lots of fun. Yeah, okay. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നോക്കുക. സംസാരിച്ചവർക്ക് എന്താ തോന്നിയത്? ഒന്നും കൂടി ട്രൈ ചെയ്താൽ പഠിച്ചാൽ നല്ലോണം പറയാൻ പറ്റും. ഇനി അടുത്ത ക്ലാസ്സിൽ പറയുമ്പോൾ കുറച്ചുകൂടി Teacher, I couldn't celebrate Christmas because one of my close relatives passed that time. Okay. അപ്പോ ഇനി എല്ലാ ക്ലാസ്സിലും എന്തെങ്കിലും ഒരു ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇതുപോലെ സംസാരിക്കും. അന്നേരത്തെ ഇതുപോലെ ആരും മിണ്ടാതിരിക്കരുത്. ഓക്കെ, പേര് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കേണ്ട ആവശ്യമില്ല, സംസാരിക്കുക. ഓക്കെ, ഇനി ഇംഗ്ലീഷ് പഠിക്കാനല്ലേ നമ്മള് എന്തായാലും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തു അല്ലെ, കോഴ്സിൽ ജോയിൻ ചെയ്തു. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ട്, ബേസിക് ക്ലാസ് ഞാൻ പറയുന്നുണ്ട്, അതിന്റെ കൂടെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി ഇപ്പൊ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല. നിങ്ങൾ ഈ ടെൻസും ഈ വൊക്കാബുലറിയും എന്താ ഈ പ്രൊപ്പോസിഷനും ഇതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇതിലും ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോഴേ സംസാരിച്ചാലേ നമുക്ക് ആ ഇംഗ്ലീഷിനുള്ള ഒരു പേടി മാറുള്ളൂ, ആ ഒരു ഫ്ലെക്സിബിലിറ്റി വരണം. ഓക്കെ, അപ്പോ ഇനി മുതൽ അങ്ങോട്ട് നമുക്ക് സംസാരിക്കാം. കിട്ടുന്ന അവസരങ്ങളൊന്നും മിസ്യൂസ് ചെയ്യരുത്, എത്രേ പറയാനുള്ളൂ. ഓക്കെ, കാരണം പിന്നീട് നിങ്ങൾ ആലോചിച്ചിട്ട് അത് ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് എന്ന് പറയാമായിരുന്നു. ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം, അത് മസ്റ്റ് ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്തത് മാത്രമേ ഏതൊരു ലാംഗ്വേജ് ആയിക്കോട്ടെ, എന്തൊരു കാര്യം ആയിക്കോട്ടെ, ആ ഒരു ഫ്ലുവൻസി കിട്ടുള്ളൂ. എന്തായിക്കോട്ടെ, ഇത് കുക്കിംഗ് ആയാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ കൂടെയാണ് അത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആവാം അല്ലെ. എല്ലാ കാര്യങ്ങളും തന്നെയാണ്. അതിപ്പോ ലാംഗ്വേജ് ആണെങ്കിൽ എന്തായാലും പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ ഒരു നല്ല രീതിയിൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലിയർ ആണല്ലോ. ഇനി എന്തെങ്കിലും സൈൻ ഔട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. എന്താ, wish you a new year filled with success, growth and endless opportunities. Okay, happy new year. Same to you, miss. Same to you, miss. Yeah. Happy Okay. New Year, Miss. Thank you all. Happy New Year. Happy New Year. Thank you, Miss.